ഇതിൻ്റെ തല നല്ല കറി വെക്കട്ടെ, കുടംപുളിട്ടിട്ട്. സൽക്കാരത്തിനൊക്കെ പറ്റിയ മീനാണ് കേട്ടോ, നല്ല അടിപൊളി പീസായിട്ട് വെട്ട. എല്ലാവർക്കും സൂം ഫ്രഷ്ക്ക് സ്വാഗതം. ഇത് കണ്ടോളൂ, ഇതാണ് നല്ല ബേപ്പൂരിൽ നിന്ന് വന്ന പുന്നാരാണ്. ഈ പുന്നാര മീനാണ് എപ്പോഴും നമുക്ക് കിട്ടാത്ത മീനാട്ടോ, അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, അത് ഇതിലേറെ ടോപ്പാണ്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൂം ഫ്രഷ്ക്ക് വേഗം വന്നോളി. ചന്തക്കുന്ന് ജോംജൂമിൻ്റെ തൊട്ടടുത്താണ് സ്ഥാപനം, ഫെയർലാൻഡിൻ്റെ മുന്നിൽ. ഫെയർലാൻഡിൽ നിന്ന് നോക്കിയാൽ ഞങ്ങൾ സൂം ഫ്രഷിന് കാണാം. അപ്പോൾ ഇത് കറിക്കും പൊരിക്കുമാണ് പറഞ്ഞത് കേട്ടോ. അടിപൊളി മീനാണ്, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രഷ് മീനാണ്, തോണിക്കാരിൽ നിന്ന് നേരിട്ട് എടുക്കുക. ഇതൊക്കെ ചൂണ്ടക്കാര മീനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സൂം ഫ്രഷിക്ക് പോരി കേട്ടോ. ഇത് നമ്മൾ കറിക്കും പൊരിക്കുമാണ് വെട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സൂം ഫ്രഷിക്കാണ് പോയി. ഇതൊക്കെ പെട്ടെന്ന് കഴിയണ മീനാണ്, എപ്പോഴും കിട്ടൂല. അതാണ് പറയണത്, എപ്പോഴും ഈ മീൻ കിട്ടൂല കേട്ടോ. പൊരിക്കും കറിക്കുമാണ് ഈ പുന്നാരം പറഞ്ഞത്. രണ്ടിനും പറ്റിയ മീനാണ്. ബിരിയാണിക്കും നല്ല മീനാണ് കേട്ടോ, ബിരിയാണിക്കൊക്കെ പറ്റിയ മീനാണ്. നമ്മൾ ഫസ്റ്റ് വെട്ടണത് പൊരിവെട്ടാണ്. സൽക്കാരത്തിനൊക്കെ പറ്റിയ മീനാണ് കേട്ടോ, നല്ല അടിപൊളി പീസായിട്ട് വെട്ട. വറുക്കാനും പറ്റും, പൊരിക്കാനും. ബിരിയാണിക്ക് ഏറ്റവും നല്ല മീനാണിത്. ചെറുതായിട്ടൊന്ന് പൊരിച്ചിട്ട് ബിരിയാണി വെച്ചാൽ മതി, അപ്പോൾ നല്ല മീനായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സൂം ഫ്രഷിക്ക് വന്നാൽ ഇത് കിട്ടും. ഇതൊക്കെ ഒന്നായിട്ട് കിട്ടൂല, അപൂർവമായിട്ട് കിട്ടുള്ളൂ. ചന്തക്കുന്ന് ജോംജൂമിൻ്റെ അടുത്തേക്ക് തൊട്ടടുത്തുള്ള സൂം ഫ്രഷ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ പൊരിക്കത് മതി, ബാക്കി കറിക്ക് വെട്ടുക കേട്ടോ. ഇത് രണ്ടിനും പറ്റിയ മീനാണ്, കറിക്കും പറ്റും പൊരിക്കും പറ്റും. അപ്പം എല്ലാവരും സൂം ഫ്രഷിക്ക് പെട്ടെന്ന് പോരി. കറിയും പൊരിയും എല്ലാത്തിനും പറ്റിയ മീനാണ് കേട്ടത്. അപ്പം കറിക്കും പൊരിക്കുമായിട്ടോ. അപ്പോൾ ഇതാണ് എല്ലാവരും സൽക്കാരത്തിന് ഇങ്ങോട്ട് പോകുന്നത്.